പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യമാണ് ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത്. മാത്രവുമല്ല, കുടിശ്ശിക ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോൾ തുകയുടെ വിതരണം നടക്കുന്നുണ്ട്. അതാത് മാസങ്ങളിൽ വിതരണം നടക്കുന്നുണ്ട്. കുടിശ്ശികയുള്ള തുക ഓരോ മാസവും ഒരു മാസത്തെ ഗഡുവെങ്കിലും വീതം വിതരണം ചെയ്യുവാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മുൻപ് 5 മാസത്തോളം തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യമെത്തി. പക്ഷേ ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ്. 2000 രൂപയിലേക്ക് പെൻഷൻ തുക എത്തും എന്ന് പറയുന്നു. എപ്പോഴാണ് 2500 രൂപ സർക്കാർ പറഞ്ഞ പോലെ എത്തുമോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ എപ്പോഴാണ് വർദ്ധിപ്പിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 1600 രൂപയുടെ ആശ്വാസമാണ് ഇപ്പോൾ ഓരോ മാസങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൽ തുടക്കത്തിൽ 2 മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞുവെങ്കിൽ പോലും 1 മാസത്തെ തുകയാണ് വിതരണം ചെയ്തത്. ബൈ ഇലക്ഷനോടൊക്കെ മുന്നോടിയായിട്ട് 1 മാസത്തെ തുക വിതരണം ചെയ്തു. മാത്രമല്ല, ഇനി ക്രിസ്മസിന് തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അത് നവംബർ ഡിസംബർ കാലയളവ് 2 മാസത്തെ 3200 രൂപ ഒരുമിച്ച് ഉള്ള വിതരണമായിരിക്കും നടക്കുക. സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ വർഷത്തിൽ രണ്ട് ഗഡു കുടിശ്ശിക വിതരണം ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത മാസം പകുതിക്ക് മുമ്പാകെ തന്നെ 3200 രൂപ 1600 രൂപ വീതമുള്ള 2 ഗഡുക്കൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവരും സംശയമായിട്ട് ചോദിക്കുന്നു, രണ്ടാമതും അധികാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞിരുന്നത് 2500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തും എന്നാണല്ലോ എന്നുള്ളൊരു കാര്യം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം വെച്ച് 2500 രൂപയിലേക്ക് യാതൊരു കാരണവശാലും പെൻഷൻ തുക എത്തില്ല. പെൻഷൻ തുക പക്ഷേ 2000 രൂപയിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ്. പ്രത്യേകിച്ച് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ പോലും ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇലക്ഷൻ്റെ സമയത്തോടു കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കും. അതായത് അടുത്ത വർഷത്തോടു കൂടി പെൻഷൻ തുക 2000 രൂപയിലേക്ക് എത്തുവാനുള്ള നടപടി ഉണ്ടാകും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ സംസ്ഥാന സർക്കാർ വീണ്ടും ഇലക്ഷനെ നേരിടേണ്ടി വരുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിന് എതിരെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ രോക്ഷം പരമാവധി കുറയ്ക്കുവാൻ 2000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ഒരു മാസം അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുക വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും തുകയുടെ വർധന ഉണ്ടാകില്ല. കാരണം ഈ ഒരു ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുവാനുമുള്ള സാധ്യതകളും ഒക്കെ അതിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും ഉണ്ടാകുക. പക്ഷേ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഇലക്ഷന് മുമ്പാകെ തന്നെ വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തുക വീണ്ടും നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയും ചെയ്യും, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും. അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ്. 2000 രൂപയിലേക്കാണ് ക്ഷേമ പെൻഷൻ തുക എത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക.